ഓക്കെ, നമ്മൾ പഠിക്കുന്നത് IT ഇൻ ലോജിസ്റ്റിക്സ്. നോക്കിയേ, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ലോജിസ്റ്റിക്സ്. നമ്മൾ ലോജിസ്റ്റിക്സിൽ ഇൻഫർമേഷൻ ടെക്നോളജി എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, IT നമ്മൾ എല്ലാ ഫീൽഡിലും വളരെ വൈഡായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇൻഫർമേഷൻ ടെക്നോളജി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വളരെ വൈഡായിട്ട് പല ഹെൽത്തിന്റെ മേഖലകളില്, എഡ്യൂക്കേഷനില്, പല പല ഇൻഡസ്ട്രീസില്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഈ പറയുന്ന IT ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എന്തിനൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇമ്പാക്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, അതാണ് നമ്മുടെ ടോപ്പിക്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിലെ ITയുടെ ഇമ്പാക്ട് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് നമ്മൾ എന്ത് യൂസ് ചെയ്യും, നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യും. അത് ഒന്നാമത്തത് EDI, ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച്. അപ്പൊ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദിക്കാം ചിലപ്പോ ITയുടെ ഇമ്പാക്ട്, ലോജിസ്റ്റിക്സിൽ ITയുടെ ഇമ്പാക്ട് എന്താണെന്ന് എന്ത് ചെയ്യാം, ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദിക്കാം. അപ്പൊ നമുക്ക് പറയാനായിട്ട് പറ്റണം, ഒന്ന് EDI, ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് അല്ലെ. നമുക്ക് എന്ത് ഡോക്യുമെന്റ്സും ലൈക്ക് പർച്ചേസ് ഓർഡർ, ഇൻവോയ്സ്, ഇതെല്ലാം നമുക്ക് എന്താക്കി മാറ്റാനായിട്ട് പറ്റും, ഇലക്ട്രോണിക് ഫോമിൽ മാറ്റാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് സിമ്പിൾ ആയിട്ട് ഇലക്ട്രോണിക് ഫോമിൽ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വർക്ക്ഔട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ EDI ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു മാർജിൻ ഫ്രീയിൽ മാർജിൻ ഫ്രീ നിങ്ങൾ പോവുകയാണ്. അപ്പൊ അവിടെ പോയാലും നമുക്കൊരു ബില്ല് അത് പ്രിന്റ് ചെയ്യുന്നതിനും, അല്ലെങ്കിൽ അതിന്റെ എന്താണ് ബില്ല് പ്രിന്റ് ചെയ്യുന്നത് മാത്രമല്ലല്ലോ, പിന്നെ നമുക്ക് എന്താണ് സെയിൽ ബില്ല് തയ്യാറാക്കുക, eBay ബില്ല് തയ്യാറാക്കുക, ഇതിനെല്ലാം ഈ പറയുന്ന EDI ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ അടുത്ത് പറയുന്നത് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. എന്താണ് GPS എന്ന് പറയുന്നത്, എന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ നോക്കിയോ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഒരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാലോ ഷിപ്പ്. ഇപ്പൊ ഞാനിതാ ഇതിലൊരു പിക്ചർ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ഈ പിക്ചർ നോക്കിയേ. കണ്ടോ, ഈ ഷിപ്പിൽ എത്രത്തോളം കണ്ടെയ്നർ കൊള്ളും? ഒരു നല്ലൊരു ഷിപ്പാണെങ്കിൽ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഷിപ്പാണെങ്കിൽ ഒരു 20,000 കണ്ടെയ്നർ വരെ കൊള്ളും. 20,000 കണ്ടെയ്നർ വരെ ആവുമ്പോൾ അതിന്റെ ആ ആ ആ ഷിപ്പ് വഹിക്കുന്ന ടോട്ടൽ കണ്ടെയ്നറിന്റെ എക്സ്പെൻസ് എത്രയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമുക്ക് എന്ത് ചെയ്യുന്നു, iPhone 16 ഇറങ്ങി, iPhone 16. iPhone 16, ഒരു ഐഫോണിന്റെ വില 1,50,000 എന്ന് വിചാരിക്കുക. അപ്പൊ 10 ഐഫോൺ ഉണ്ടെങ്കിൽ അവിടെ എത്രയായി, 15 ലക്ഷം രൂപയായി. ഒരു കണ്ടെയ്നറിൽ എത്രമാത്രം ഐഫോൺ കൊള്ളും എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലെ. ഒരുപാട് ഐഫോൺ എന്ത് ചെയ്യും, ആ കണ്ടെയ്നറിൽ നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും, ഒരു കണ്ടെയ്നറിൽ തന്നെ വയ്ക്കാനായിട്ട് പറ്റും. അപ്പം ഒരു റീറ്റെയിലറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഐഫോൺ ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ പ്രോഡക്റ്റ് എവിടെ എത്തി എന്ന് അയാൾക്ക് അറിയണം. അതിനാണ് എന്ത് ചെയ്യുന്നത്, GPS ഉപയോഗിക്കുന്നത്. അതാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നിവിടെ പറയാനുള്ള കാരണം. മനസ്സിലായില്ലേ? GPS നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രൊവൈഡ് റിയൽ ടൈം ട്രാക്കിംഗ് ഓഫ് ഷിപ്മെന്റ്. മനസ്സിലായില്ലേ? നമുക്കറിയാം ഷിപ്മെന്റ്, പ്രോഡക്റ്റ് എവിടെ എത്തി എന്നൊക്കെ നമ്മൾ അറിയുന്നത് എന്താണ്, GPS വെച്ചാണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം വെച്ചാണ്. അപ്പൊ എന്താണ്, നമ്മളിപ്പോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ബുക്ക് ചെയ്താൽ പോലും അത് ബുക്ക് ചെയ്യുമ്പോഴേ ഒരു പച്ച ലൈറ്റ് സൈഡിൽ കത്തും അല്ലെ. സൈഡിൽ കത്തും, പ്രോഡക്റ്റ് ബുക്ക് ചെയ്തു, പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്തു, പ്രോഡക്റ്റ് അറൈവൽ, പിന്നെ എന്താണ് ഔട്ട് ഓഫ് ഡെലിവറി, ഇതെല്ലാം അവിടെ നമുക്ക് കാണിച്ചു തരും ഇല്ലേ. അത് എങ്ങനെ നമുക്ക് കാണിച്ചു തരുന്നത്, GPS വെച്ചാണ്. മനസ്സിലായില്ലേ? ഇപ്പം സ്വിഗ്ഗിയിൽ നിന്ന് നമ്മൾ ഒരു ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യണം അല്ലെ. സ്വിഗ്ഗി ഫുഡ്സ് കൊണ്ട് നമ്മുടെ കയ്യിൽ തരുന്നത് ലോജിസ്റ്റിക്സ് തന്നെയല്ലോ. അത് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അല്ലേ, ആണോ അല്ലേ? ഫാക്ടറിയിൽ നിന്നും ഹോട്ടലിൽ നിന്നും എന്റെ കസ്റ്റമർ നമ്മളിലോട്ട് ആ ഗുഡ്സ് കൊണ്ടുവരുന്നില്ലേ? തീർച്ചയായിട്ടും കൊണ്ടുവരുന്നു. അപ്പൊ അതാണ് GPS. അതിനൊക്കെ GPS ആണ് സഹായിക്കുന്നത്. നമുക്ക് കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ്, ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രോഡക്റ്റ് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയോ ഇല്ലയെന്ന് അയാൾക്ക് അറിയണം, അതിന് GPS ഉപയോഗിക്കാം. ഒരു റീറ്റെയിലർ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഡക്റ്റ് അയാളുടെ കയ്യിൽ എപ്പോൾ എത്തും എന്ന് അയാൾക്കും അറിയണം. മനസ്സിലായില്ല? അതാണ് GPS. ഓക്കെ, അപ്പം വളരെ വൈഡായിട്ട് നമ്മൾ ലോജിസ്റ്റിക്സ് മേഖലയിൽ ഉപയോഗിക്കുന്ന ആ ഒരു ടെക്നോളജിയാണ് ഏത്, GPS എന്ന് പറയുന്നത്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. പിന്നെ അടുത്ത് പറയുന്നത് ഓട്ടോമേഷൻ ആൻഡ് എഫിഷ്യൻസി അല്ലെ. ഓട്ടോമേഷൻ ആൻഡ് എഫിഷ്യൻസി ഫീൽഡിൽ, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് EDI, ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച്. പിന്നെ ഏതാണ്, GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. രണ്ടാമത്തെ എന്താണ്, ഓട്ടോമേഷൻ ഫീൽഡിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഓട്ടോമേഷൻ ആൻഡ് എഫിഷ്യൻസി എന്താണ്, ഒന്ന് WMS, വെയർ ഹൗസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് കാണും. ഇതിനെല്ലാം ക്രോഡീകരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ടെക്നോളജി അവിടെ കാണും.
അപ്പൊ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഗുഡ്സ് ഒക്കെ നിങ്ങൾ എടുക്കുകയാണ് അല്ലെ, പണ്ടത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ സാധനങ്ങൾ എടുക്കുകയാണ്. അപ്പൊ ആ കടയിൽ ഇരിക്കുന്ന ചേട്ടൻ നിങ്ങളുടെ സാധനങ്ങളുടെ പ്രൈസ് ഒക്കെ നോക്കി, അതിന്റെ പ്രൈസ് ഒക്കെ നമ്മൾ ബുക്കിലൊക്കെ എഴുതി, എന്നിട്ട് കാൽക്കുലേറ്റർ വെച്ച് കൂട്ടി ഒരു ആൻസർ പറയുന്നത് എന്തുമാത്രം ഡിലേ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഇപ്പോ വെയർ ഹൗസ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ പോകുന്ന ഏതാ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്ത് കാണാനായിട്ട് പറ്റും? തീർച്ചയായിട്ടും അവിടെ പ്രോഡക്റ്റ് എടുത്ത് സ്കാൻ ചെയ്ത ഉടനെ, അല്ലെങ്കിൽ ബാർകോഡിങ് സ്കാൻ ചെയ്ത ഉടനെ അത് ഡിറ്റക്ട് ചെയ്ത് അതിന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇതെല്ലാം സിസ്റ്റത്തിലാവുകയാണ് അല്ലേ? ആ സിസ്റ്റത്തിലായ ഉടനെ എന്ത് ചെയ്യുന്നു? അത് കൃത്യമായിട്ട് നമുക്ക് ബില്ല് ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് തരയണം. മനസ്സിലായില്ലേ? ക്വാണ്ടിറ്റി പ്രൈസ് എല്ലാം അതിലുണ്ടായിരിക്കും. അപ്പൊ ഇത് മാർജിൻ ഫ്രീയിൽ ഉപയോഗിക്കുന്ന മാനേജ്മെന്റ് സിസ്റ്റം. അതേപോലെ തന്നെ വെയർ ഹൗസിൽ ഉപയോഗിക്കുന്ന മാനേജ്മെന്റ് സിസ്റ്റമാണ് WMS. അത് സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ ടാലി പോലെ അല്ലെങ്കിൽ SAP പോലെ സോഫ്റ്റ്വെയർ ആണ്. അതെന്താണ്? ഇൻവെന്ററി ട്രാക്കിങ്ങിനും ഓർഡർ കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്യാനും എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന WMS സഹായിക്കുന്നു. പിന്നെ അടുത്ത് ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾ. എന്താണ് ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾ? ഇതൊക്കെയാണ് ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾ. വെയർ ഹൗസിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് ഗൈഡഡ് വെഹിക്കിൾ ഉണ്ട്. അവിടെ മാനിന്റെ അല്ലെങ്കിൽ എന്താണ് മനുഷ്യന്റെ ഇന്റർവെൻഷൻസ് ഒന്നും അവിടെ എന്ത് ചെയ്യണ്ട, വേണ്ട. മനസ്സിലായില്ലേ? ഓട്ടോമാറ്റിക് ഗൈഡഡ് വെഹിക്കിൾ ഇൻ വെയർ ഹൗസ്. ഇതാ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ്ടോ, ഇതാണ്ടോ, ഇതൊന്നും മനുഷ്യൻ ഉപയോഗിക്കുന്നതല്ല. കേട്ടോ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ പറയുന്ന ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾസ്, ഇതിലൊക്കെ ഹ്യൂമൻ ഇന്റർവെൻഷൻ വളരെ കുറവാണ്. മനസ്സിലായില്ലേ? ഇത് ടെക്നോളജി വഴിയാണ് അല്ലെങ്കിൽ ടെക്നിക്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ ടെക്നോളജി വഴിയാണ് ഈ ഓട്ടോമാറ്റിക് ഗൈഡഡ് വെഹിക്കിളൊക്കെ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. നമുക്കത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കാണാനായിട്ട് പറ്റും. അവിടെ മാനിന്റെ ഇന്റർവെൻഷൻ ഇല്ല. ഇപ്പൊ വിഴിഞ്ഞ പോർട്ട് അറിയാലോ, വിഴിഞ്ഞ പോർട്ടിൽ 31 ക്രെയിനാണ് ഉള്ളത്. ഈ 31 ക്രെയിനും സെമി ഓട്ടോമാറ്റിക് ആണ്. അവിടെ എന്താണ്? മാൻ പവർ കുറച്ച് മതി. മനസ്സിലായില്ലേ? മാൻ പവർ എന്ത് ചെയ്താൽ മതി? കുറച്ച് മതി. കാരണം എന്താണ്? ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് ടെക്നോളജി ഉപയോഗിച്ചാണ്. ഇതാണ് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് എന്തുണ്ട്? ലോജിസ്റ്റിക്സിൽ വളരെ ഗണ്യമായിട്ടുള്ള ഒരു പങ്കുണ്ട്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ആണ്. മനസ്സിലായില്ലേ? അവിടെ ലേബർ ഇന്റർവെൻഷൻ കുറവാണ് എന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് വെഹിക്കിൾ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പൊ നോക്കി, അത് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത് പറഞ്ഞ ഡേറ്റ അനലിസ്റ്റിക്കിന് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കും. ഡേറ്റ അനലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒന്ന് ബിഗ് ഡേറ്റ അനലിസ്റ്റിക്. അതും നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി വഴിയാണ്. നമുക്ക് പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് അറിയണം അല്ലെ? ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ലേ നമ്മൾ അറിയണ്ടേ? തീർച്ചയായിട്ടും അറിയണം. ഫ്യൂച്ചറിലെ ഡിമാൻഡ് ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇൻഫർമേഷൻ ടെക്നോളജി വഴിയാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയും സ്റ്റാറ്റിസ്റ്റിക്സും കൊളാബറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പൈ ഡയഗ്രാം, പിന്നെന്താണ് നമ്മുടെ ഹിസ്റ്റോഗ്രാം, ഇതൊക്കെ വെച്ച് നമുക്ക് പാസ്റ്റ് ഡിമാൻഡും പ്രസന്റ് ഡിമാൻഡും നമുക്ക് അറിയാൻ പറ്റും. അത് നമ്മൾ പ്രഡിക്റ്റീവ് അനലിസ്റ്റിക്കില് പഠിക്കും. ഇവിടെ പറയുന്നുണ്ട് യൂസസ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ടു പ്രഡിക്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ്. കേട്ടോ, ഫ്യൂച്ചർ ട്രെൻഡ്. ഭാവിയിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ട്രെൻഡ് എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് ഡേറ്റ അനലിസ്റ്റിക്. പിന്നെ പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. എന്താ സെക്യൂരിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി? ഒന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. എന്താണ്? ഇൻഫർമേഷൻസ് എല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കണം അല്ലെ? ഒരു ട്രാൻസ്പെറന്റ് ഇൻഫർമേഷൻ നടത്താൻ ലോജിസ്റ്റിക്സിനെ സഹായിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അല്ലെ? ഇപ്പൊ എന്താണ്? ഫോർ എക്സാമ്പിൾ എന്താണ്? ഇത് ഇവിടെ പറയുന്നത് എന്താണ്? എൻഷുർ സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻ അല്ലെ? ഒരു ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യണം? അവിടെ നടക്കണം. അതിനെയാണ് എന്ത് ചെയ്യുന്നത്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്ലിപ്കാർട്ടിന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ നമുക്ക് പ്രോഡക്റ്റ് കാണിച്ചു തരണമെന്ന്? നമ്മൾ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുമ്പം അത് ബുക്ക്ഡ് ആയി, നാളെ നിങ്ങളുടെ കയ്യിലെത്തും എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ഫ്ലിപ്കാർട്ട് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ എങ്കിലും എന്ത് ചെയ്യും? ഫ്ലിപ്കാർട്ട് അത് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും. മനസ്സിലായില്ലേ? പിന്നെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കുന്നോ അത് നമ്മുടെ മുമ്പിൽ എത്തുന്നതാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്.
അപ്പൊ നോക്കിയേ, ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. കണക്ട് ഡിവൈസ് ടു മോണിറ്റർ ആൻഡ് മാനേജ് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ. അല്ലെ, ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, IoT. വളരെ വളരെ എന്താണ്, വളരെ ഫാസ്റ്റ് ഡെലിവറിയും ഫാസ്റ്റ് റെസ്പോൺസും ഈ പറയുന്ന IoT വഴി കിട്ടും. കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക്, ഇതെല്ലാം നമ്മൾ IoT ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഒക്കെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നടത്തുന്നത്. അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജിക്കൽ ഇമ്പാക്ട്. ഒന്ന് കമ്മ്യൂണിക്കേഷനിൽ, ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്, പിന്നെ GPS, അതൊക്കെ. പിന്നെ ഓട്ടോമേഷൻ ആൻഡ് എഫിഷ്യൻസിയിലാണ് WMS. അതിപ്പം ഈ ഒരു വെയർഹൗസിൽ സാപ്പ് തന്നെ വേണമെന്നില്ല. ഏതാണോ അവർക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ അവരുടെ നേച്ചറിന് ഏത് WMS ആണോ ആവശ്യം, അത് അവർ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾ. പിന്നെ അടുത്ത് പറയുന്ന ഡേറ്റ അനലിസ്റ്റ്, നമ്മൾ പറഞ്ഞ ബിഗ് ഡേറ്റ അനലിസ്റ്റ് നമ്മൾ പറഞ്ഞു. പിന്നെ പ്രെഡിക്റ്റീവ് അനലിസ്റ്റ്. പിന്നെ അടുത്ത് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. അതും നമ്മൾ പറഞ്ഞു. ഇൻഫർമേഷൻ ടെക്നോളജി വെച്ചാണ് നമുക്ക് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. സ്വിഗ്ഗിന്ന് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ സ്വിഗ്ഗിക്കാരെ ഹോട്ടലിൽ നിന്ന് സാധനം എടുത്തു വന്നുകൊണ്ടിരിക്കുന്നത് വരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ട്രാൻസ്പെറൻസിയാണ്. എന്തിനാ സ്വിഗ്ഗി അങ്ങനെ നമുക്ക് കാണിച്ചിരിക്കുന്നത്? അത് വെച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത്രയും അവർ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമർ സപ്പോർട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ലോജിസ്റ്റിക്സിലൂടെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ അടുത്ത് പറയുന്നത് സസ്റ്റൈനബിലിറ്റി. ഇവിടെ നോക്കിയേ, ഗ്രീൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി വന്നതോട് കൂടി എന്ത് കുറയാനായിട്ട് തുടങ്ങി? ആ വേസ്റ്റേജ് കുറയാനായിട്ട് തുടങ്ങി. ഇൻഫർമേഷൻ ടെക്നോളജി എന്താണ്, കൂടുതൽ എക്കോ ഫ്രണ്ട്ലി എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇവിടെ പറയുന്നത് റെഡ്യൂസ് കാർബൺ ഫുട് പ്രിന്റ് ത്രൂ എഫിഷ്യന്റ് റൂട്ട് പ്ലാനിങ് ആൻഡ് ലോഡ് ഓപ്റ്റിമൈസേഷൻ. ഇപ്പൊ ഒരു വണ്ടി കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡെസ്റ്റിനേഷനിൽ എത്തണം. എങ്ങനെ എത്തും? നമ്മൾ റൂട്ട് പ്ലാൻ ചെയ്യും, റൈറ്റ്? ഇല്ലേ? അപ്പൊ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വെച്ച് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള റൂട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വണ്ടി ഓടുന്നതിന്റെ എയർ പൊല്യൂഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. അല്ലെ? പിന്നെ നമ്മൾ ഇന്ന് വളരെ പേയ്മെന്റിനൊക്കെ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന്റെ ഫെസിലിറ്റീസ്, ഇതൊക്കെ കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെന്റേഷനും ഈ പറയുന്ന പേപ്പറിന്റെ കുറെ ഉപയോഗമൊക്കെ നമുക്ക് കുറയ്ക്കാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് അവിടെ ഗ്രീൻ ലോജിസ്റ്റിക്സ് എന്നുള്ള ഒരു വാക്ക് വന്നത്. തീർച്ചയായിട്ടും ഒരു ഇൻഫർമേഷൻ ടെക്നോളജിക്ക് വേസ്റ്റ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താണ്, നമുക്ക് എന്താണ് ഇപ്പം പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അത്ര റിസോഴ്സ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടി വരുന്നില്ല എന്നതാണ് സത്യം. അപ്പൊ ഇത്ര നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇനി അടുത്ത് പറയുന്നത് ടെക്നോളജിക്കൽ ട്രെൻഡ് ഇൻ ലോജിസ്റ്റിക്സ്. നിലവിലുള്ള ട്രെൻഡ് എന്തൊക്കെയെന്നാണ്. ഒന്ന് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്കറിയാം അല്ലെ, എൻഹാൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. അല്ലെ? എന്താണ് എൻഹാൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ? പ്രോപ്പർ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ പെട്ടെന്ന് എടുക്കാൻ നമ്മൾ എന്ത് സഹായിക്കുന്നു? AI സഹായിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കിയേ, ഇൻക്ലൂഡ് AI ഡ്രിവൺ റൂട്ട് ഒപ്റ്റിമൈസേഷൻ. ഇല്ലേ? പ്രോഡക്റ്റ് എങ്ങനെ റൈറ്റ് പ്ലേസിൽ എത്താം, ഏറ്റവും നല്ല റൂട്ട് ഏതാണ്, ഇതൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാനും ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനും AI ഉപയോഗിക്കുന്നു. നമുക്കറിയില്ലേ AI, ഇപ്പം നമ്മളിപ്പോ മെറ്റയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, AI ഉപയോഗിക്കുന്നുണ്ട്. അല്ലെ? മെറ്റയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, AI ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മെറ്റയില് ചാറ്റിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ, ഇപ്പം ഒരു ലോഗോ നമുക്ക് വേണമെന്നുള്ളത് നമ്മൾ കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ നോക്കിയേ, ഇതാ ഇവിടെ നമ്മൾ മെറ്റയിൽ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു. ഓക്കെ, മെറ്റയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ പറയുന്നത് ലോഗോ, എന്റെ കമ്പനിയുടെ ലോഗോ ഫോർ ടേക്ക് ഐക്യൂ. ഞാൻ എൻ്റർ അടിച്ചു. ലോഗോ ഫോർ ടേക്ക് ഐക്യൂ എന്ന് മാത്രം ഞാൻ മെറ്റയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? നാണ്ടോ, എനിക്കൊരു ലോഗോ അവർ ക്രിയേറ്റ് ചെയ്ത് തന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എന്താണ്, വളരെ ഫാസ്റ്റ് ആണ്. ഇന്ന് AI ഉപയോഗിച്ചുള്ള ഇത്തരം ആക്ടിവിറ്റീസ് വളരെ ഫാസ്റ്റ് ആണ്. അല്ലെ? ഇത് നമുക്ക് എന്താണ്, ഇപ്പം ഹ്യൂമൻ ഇന്റർവെൻഷൻ ഒക്കെ എന്ത് ചെയ്യും, ഇവിടെ കുറെ ആളുകളുടെ ജോലിയൊക്കെ നഷ്ടപ്പെടും. ഫോർ എക്സാമ്പിൾ, നമ്മള് ഈ പറയുന്ന ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്യാൻ നമ്മൾ മുമ്പ് ഗ്രാഫിക് ഡിസൈനറിന്റെ അടുത്തൊക്കെ പോകും. അപ്പൊ ഇന്ന് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമെങ്കിലും ടെക്നിക്കലി നമുക്ക് വളരെ സ്പീഡ് ആൻഡ് ഫാസ്റ്റ് ഡെലിവറി ഓഫ് പ്രോഡക്റ്റ് ഒക്കെ എന്ത് ചെയ്യും, നമുക്കിവിടെ കിട്ടും. പിന്നെ ഓട്ടോണമസ് വെഹിക്കിൾ ആണ് നമ്മൾ പറഞ്ഞു. സെൽഫ് ഡ്രൈവിംഗ് ട്രക്ക്, അത് ഞാൻ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തന്നു. സെൽഫ് ഡ്രൈവിംഗ് ട്രക്ക് ഉണ്ട്. പിന്നെ ഡ്രോൺ ഡെലിവറി. ഇപ്പൊ ഡ്രോൺ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഡ്രോൺ നമ്മളിപ്പം മാരേജിന്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ നമ്മൾ ഡ്രോൺ ഉപയോഗിക്കും. ഇല്ലേ? വരനൊക്കെ വന്നിറങ്ങുമ്പോൾ മുകളിൽ കൂടി കിടന്ന് പറക്കുന്നത് കാണാം. ഇല്ലേ? പിന്നെ അടുത്ത് എന്താ പറയുന്നത്, കോവിഡ് സമയത്ത് നമ്മൾ ആരെങ്കിലും ഒക്കെ ചീട്ട് കളിക്കുന്നുണ്ടോ, അല്ലെ, ആരെങ്കിലും ഒക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ടോ, സംഘം കൂടി നിൽക്കുന്നുണ്ടോ, ഇതൊക്കെ കാണാൻ നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചു.
ഇടയ്ക്ക് മറ്റേ അർജുൻ എന്ന് പറയുന്ന യുവാവിന്റെ ട്രക്ക് കാണാതായപ്പോ ഡ്രോൺ ഉപയോഗിച്ചു. അപ്പൊ ഡ്രോൺ ഉണ്ടാക്കിയ ആള് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നത് മേ ബി ചിന്തിച്ച് കാണില്ല. പക്ഷെ ഒരു ടെക്നോളജിയെ നമുക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുന്നു അത്രയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ആമസോൺ കൊണ്ടുവന്ന ഒരു ടെക്നിക്സ് ആണ് ഏത്? ഡ്രോൺ ഡെലിവറി. പ്രോഡക്റ്റ് ഒരു നിശ്ചിത സിറ്റിയിലൊക്കെ എന്താണ് ഡ്രോൺ ഉപയോഗിച്ച് ഡെലിവറി ചെയ്യുക. ഡ്രോൺസ് ഉപയോഗിച്ച് ഡെലിവറി ചെയ്യുക. ഇതിന് മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ലേഡീസ് ലേബർ കോസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ കുറയ്ക്കാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? പിന്നെ അടുത്ത് പറഞ്ഞാൽ റോബോട്ടിക്സ്. പിക്കിങ്ങിന് നമുക്ക് റോബോട്ടിക്സ് ഉണ്ട്, പാക്കിങ്ങിന് റോബോട്ടിക്സ് ഉണ്ട്, പ്രോഡക്റ്റ് സോർട്ട് ചെയ്യാൻ റോബോട്ടിക്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്? ഹ്യൂമൻ ആക്യുറസി ഇൻക്രീസ്, ആക്യുറസി ഇൻക്രീസ് ചെയ്യും. ഹ്യൂമൻ ആക്യുറസി അല്ല, നമ്മുടെ വെയർ ഹൗസിലെ ആക്ടിവിറ്റീസിന്റെ ആക്യുറസി ഒക്കെ എന്ത് ചെയ്യും? ഇത് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ഇന്റർവെൻഷൻ കുറയും. ആളുകൾക്ക് തൊഴിലൊക്കെ കുറച്ച് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ഓക്കെ, ഇനി പറയുന്നത് നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി നമ്മൾ ലോജിസ്റ്റിക്സിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമ്മൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം, ചലഞ്ചസ് ആൻഡ് ബാരിയേഴ്സ്. മനസ്സിലായില്ലേ? ഇപ്പൊ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ IT നമുക്ക് എല്ലാ ബിസിനസ്സിലും നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഞാനൊരു വെയർ ഹൗസ് തുടങ്ങിയാലും എനിക്കത് പറ്റത്തില്ല. ഇപ്പൊ റോബോട്ടിക് വെഹിക്കിൾ കൊണ്ടുവരാൻ എനിക്ക് പറ്റും, അതിനുള്ള ക്യാഷ് എൻ്റെ കയ്യിൽ കാണില്ല. ഇപ്പൊ വാൾമാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കാണും, പക്ഷെ എനിക്കത് കാണത്തില്ല. അപ്പൊ ഹൈ ഇനിഷ്യൽ കോസ്റ്റ് ആണ്. ഇതെല്ലാവരും തുടങ്ങണമെന്നില്ല. മനസ്സിലായില്ലേ? ഹൈ ഇനിഷ്യൽ കോസ്റ്റ് ആണ്, നല്ല അഡ്വാൻസ്ഡ് ടെക്നോളജി വേണം, എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. പിന്നെ ഇന്റഗ്രേഷൻ ഇഷ്യൂ. ഇന്റഗ്രേഷൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അല്ലെ? നമ്മളൊരു സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മളൊരു പുതിയ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചിലപ്പോൾ ലേബർക്ക് അത് റെസിസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ട്. പിന്നെ ഡേറ്റ സെക്യൂരിറ്റി, സൈബർ ത്രെഡ് ഒക്കെ ഉണ്ടാവും. അല്ലെ? ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ എല്ലാം ഇന്റർനെറ്റ് ആവുന്നതോടുകൂടി നമ്മുടെ ഡേറ്റ ഒക്കെ ഷെയർ ചെയ്യപ്പെടുകയാണ്. ഏതൊരു കാര്യത്തിനും നമുക്ക് എന്ത് വേണം? OTP ഒക്കെ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നിങ്ങൾ ബാലൻസ് ഷീറ്റ് ലേണിംഗ് ആപ്പ് എടുത്താലും നിങ്ങൾ എന്ത് ചെയ്യണം? OTP കൊടുക്കണം. നിങ്ങൾ നമ്പർ അടിച്ച് OTP കൊടുക്കുമ്പോൾ നിങ്ങളുടെ നമ്പർ ഓട്ടോമാറ്റിക്കലി എനിക്ക് എത്തുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ എന്താണ് നമ്മളിപ്പോ ഏത് സൈറ്റിൽ കയറിയാലും എന്തിന് കയറിയാലും നമുക്ക് എന്താണ് കുറെ പ്രൈവസി ഇഷ്യൂസ് ഒക്കെ മേ ബി ഉണ്ടാവാം. അപ്പൊ നിങ്ങളിപ്പോ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പിന്നെ എന്താണ് കുറെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുക, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ. നമ്മൾ അത് നോക്കൂല, നമ്മൾ ഏറ്റവും താഴത്തെ ബോക്സ് പോയി നോക്കും. എന്നിട്ട് ആ ബോക്സ് ഒരു ടിക്ക് കൊടുക്കും, അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ. അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും സൈബർ ത്രെഡും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളൊക്കെ സാധാരണക്കാരായതുകൊണ്ടും നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലാത്തത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യാറില്ല, ഈ OTPയുടെ കാര്യത്തിലൊന്നും വേറെ ബോധർ ചെയ്യാന് ഇല്ല. പക്ഷെ വലിയൊരു വെയർ ഹൗസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെടുമോ? അല്ലെ? അവരുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. അതാണ് വിഴിഞ്ഞം സെമി ഓട്ടോമാറ്റിക് ആക്കിയത്. ഫുള്ളി ഓട്ടോമാറ്റിക് ആവാത്ത എന്താ? ആ സിസ്റ്റം കംപ്ലൈന്റ് ആയാൽ, ആ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ഇത്രയും ഷിപ്പ് കണ്ടെയ്നർ വെച്ചുകൊണ്ട് ആങ്കർ ചെയ്ത് കടലിൽ തന്നെ കിടക്കണം. പറ്റുമോ? അത് ഒരു കാരണവശാലും പറ്റത്തില്ല. സോ മിഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആളുകൾ കയറി കണ്ടെയ്നർ ഇറക്കും. അതാണ് സെമി ഓട്ടോമാറ്റിക്. അപ്പൊ ഡേറ്റ സെക്യൂരിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇത്രയും ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇതിന്റെ നോട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്തായിരുന്നു. ക്ലിയർ ആയിട്ട് നോക്കുക. ഓക്കെ.